Hi, hello everyone. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സിനെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ്. ഞാൻ ഷെയർ ചെയ്യുന്ന ലെവൽസ് നാളത്തേക്കുള്ള ലെവൽസ് ആയിരിക്കും. ഇത് നാളെ മീൻസ് നമ്മുടെ വെനസ്ഡേക്കുള്ള ലെവൽസ് ആണ് ഷെയർ ചെയ്യാൻ. ഓക്കെ, സോ നമ്മുടെ ലെവൽസിലേക്ക് കിടക്കാം. ഞാൻ ഇത്ര ലെവൽസ് ഈ ഒരു ട്രാങ്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, ആ ട്രാങ്കിളിൻ്റെ ബ്രേക്ക് ഔട്ടായി. ആൻഡ് പ്രൈസ് മോളിൽ സസ്റ്റെയിൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് നമ്മുടെ കൗണ്ടിങ് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഈ ഒരു പോയിന്റിനാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ന്യൂ വ്യൂവേഴ്സ് ഉണ്ട്, ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിൽ പോയി വീഡിയോ നോക്കുക. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ കൗണ്ടിങ് എങ്ങനെ സ്റ്റാർട്ടായത്. ഓക്കെ, ഇൻ ഷോർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 1 ഇവിടെ നിന്നാണ് 1, ഓക്കെ, ദെൻ 2, 3, 4 and 5 ആണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓർ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇതിലേക്ക് ഫാസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഈ ലിറ്റ് വേവിൻ്റെ ഇമ്പൾസ് ആണ് നമ്മുടെ കൗണ്ടിങ്. ഓക്കെ, സോ ഇത് 1, 2, 3, 4 and 5 5 മൂവാണ് യൂഷ്വലി ഉണ്ടാവാറുള്ളൂ. 5 മൂവ് ഇത് ഓൾമോസ്റ്റ് ഓൺ ടോപ്പിലാണ് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്നത്. ഓക്കെ, സോ ഈ 5 മൂവിൻ്റെ നമ്മുടെ തേർഡ് വേവ് ഇതാണോ, 3rd to 4th ഇതാണ്. സോ ഇതിൻ്റെ ടാർഗറ്റാണ് ഞാൻ ഇന്നലെ എടുത്ത് കാണിച്ചതായിരുന്നു. നമ്മുടെ ഫിബൊനാച്ചി വെച്ചിട്ടാണ് നമ്മൾ ടാർഗറ്റ് എടുക്കാറുള്ളൂ. ഞാനിവിടെ ക്ലിയർ നിങ്ങളുടെ മുമ്പിലാണ് എല്ലാം ചെയ്യുന്നത്. റീസൺ നിങ്ങൾ അത് പഠിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഒത്തിരി യൂട്യൂബേഴ്സ് അതൊക്കെ ഒന്നും കാണിക്കാറില്ല. എന്താണ് റീസൺ നമുക്ക് ശരിക്കും കാണിച്ചു തരണം. അല്ലാണ്ട് നമ്മൾ പഠിക്കത്തില്ല. നിങ്ങൾ പഠിച്ചാലേ ശരിക്കും ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവർക്കൊന്നും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ആക്ച്വലി ഫുള്ള് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇത് 3 to 4 ആണ് നമ്മുടെ ആ ഒരു വേവ്. അതിലേക്കാണ് നമ്മൾ എക്സ്റ്റൻഷൻ ഇങ്ങനെ ഇട്ടുകയാണ്. അതിൻ്റെ ഈ ഒരു ടാർഗറ്റ് കണ്ടോ, ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് ഇന്നലെ 480 പിന്നെ 480 കറക്റ്റ് അവിടെ വന്നിട്ടാണ് ഇന്ന് കണ്ടോ, ഇന്ന് ക്ലോസിങ് ആൻഡ് ഹൈ അടിച്ചിരിക്കുന്നതാണ്. ദാറ്റ് മീൻസ് അതാണ് ഇതിൻ്റെ ഇന്നലത്തെ വീഡിയോ പറഞ്ഞായിരുന്നു മിനിമം ടാർഗറ്റ് അത് അടിച്ചിട്ടുണ്ട്. ഓക്കെ, മിനിമം ഈ വേവ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഇത് ഞാനിപ്പോൾ ഫിബൊനാച്ചിയുടെ ജസ്റ്റ് ഒരു ലെവൽ ഞാൻ പറഞ്ഞു. ഈ ഒരു ലെവലാണ്. ഓക്കെ, നാളത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 540. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് വരുന്നു മാക്സ് ഇത് ഇത്ര വരെ പോകാറുള്ളൂ. 650 ഇത് ശരിക്കും ഈ വേവ് മുകളിലേക്കും പോകും. 200%, 260% ഒക്കെ പോകും. ബട്ട് അത് നമ്മൾ നോക്കേണ്ടി വരും. ഓക്കെ, ഞാനത് പറയാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഈ വേവ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഇവിടെ ഈ ഒരു പോർഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഈ വേവ് ഇനി മുകളിലേക്ക് പോകേണ്ടതാണ്. നമ്മുടെ വേവ് മുകളിലേക്ക് പോയാലേ അത് ശരിയാവുള്ളൂ. 5 മൂവ് മൊത്തത്തിൽ ഓവറോൾ കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ലോജിക് ഉണ്ടായിരുന്നു. ലോജിക്കല്ല, സ്റ്റഡി അത് തന്നെയാണ്. ഞാൻ സ്റ്റഡി ബേസിസിൽ മാത്രം നിങ്ങളുടെ കൂടെ വ്യൂ ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഇനി എന്താ നമുക്ക് പറയാനുള്ളത്, ഈ മൂവ് മിനിമം പെർസെൻറ്റിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മിനിമം 127% അത് അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ മൂവിൻ്റെ അബവ് ഇന്നത്തെ ഒരു ഹൈ, ഓക്കെ, ഇന്നത്തെ ഒരു ഹൈ അതിൻ്റെ അബവ് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നത് 500 to 540. 500 to 540 ആണ് നമ്മുടെ ഇനി റെസിസ്റ്റൻസ്. 540 മാക്സ് ടു മാക്സ് മീൻസ് റെഡ് സോൺ ആണ്. മാക്സ് ടു മാക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വേവ് മാക്സ് ടു മാക്സ് എത്ര വരെ പോകും? ഇത് ആക്ച്വലി ഭയങ്കര ഫ്ലോയി വേവാണ്. ഈ വേവിൽ നന്നായിട്ട് ബുൾസ് കയറാറുണ്ട്. ഇനി ശരിക്കും ഈ വേവ് തീരണമല്ലോ. ഈ വേവ് തീരേണ്ടതാണ്. തീർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷാർപ്പ് ഡൗൺ സൈഡ് വരും. അത് വരും, ബട്ട് എപ്പോൾ വരും എന്ന് നമുക്ക് പറയാനില്ല. അതിൻ്റെ വീക്ക്നെസ് സൈൻ കാണുന്നു. സോ ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ഇനി ഉള്ളത് കോഷൻ സോണിലാണ്. ഓക്കെ, കോഷൻ ഇത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോട്ടെ. ബട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയാൽ അത് നന്നായിട്ട് താഴേക്ക് ഇറങ്ങി വരും. അത് യൂഷ്വലി നല്ല ഒരു ഫോൾ വരാറുണ്ട്. ഇനി അത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അത് വൺ ഡേ ടൈം ഫ്രെയിമിൽ, ഓക്കെ, 1 day ടൈം ഫ്രെയിമിൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരെ ഫിബൊനാച്ചി വെക്കണം. ഓക്കെ, ബട്ട് ഹൈ കൺഫേം ആവട്ടെ ഫസ്റ്റ്. പിന്നെ ഞാൻ ഈ ഡെയിലി ടൈം ഫ്രെയിം ഫിബൊനാച്ചി എന്നിട്ട് ആ ഫോൾ താഴേക്ക് എത്ര വരെ വരും നമുക്ക് അതാണ് നോക്കേണ്ടത്. താഴേക്ക് അത് യൂഷ്വലി വരാറുണ്ട്, നല്ലപോലെ താഴേക്ക് വരാറുണ്ട് ഫസ്റ്റ്. ബട്ട് അതിൻ്റെ വീക്ക്നെസ് സൈൻ വരട്ടെ. ഇവിടെ നിന്ന് വീക്ക്നെസ് സൈൻ എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് 5 minutes ടൈം ഫ്രെയിമിൽ ഞാനൊന്ന് കാണിച്ചു തരാം. 5 minutes ടൈം ഫ്രെയിം നമുക്ക് പോവുക. ഇവിടെ നിങ്ങൾ
എൻ്റെ ഓൾഡ് വ്യൂവേഴ്സ് ആണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇത് മെഗാഫോണാണ് ഇപ്പോൾ ഫൈൻ ഓടിക്കുന്നത്. മെഗാഫോണിൻ്റെ ഇത് കണ്ടോ, ഇതാണ് മെഗാഫോൺ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. പഴയ വീഡിയോ പോവാണ്. നിഫ്റ്റി 20 എത്ര ഓൺ ടോപ്പ് ഉണ്ടായി 24,700 ആ ഒരു റേഞ്ചിലായിരുന്നു. എന്നിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഓൺ ടോപ്പിൽ ഞാൻ മെഗാഫോണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് മെഗാഫോണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഷാർപ്പ് ഡൗൺ സൈഡ് എപ്പോൾ വേണമെങ്കിൽ വരും. ഓക്കെ, അതായിരുന്നു നിഫ്റ്റിയുടെ മെഗാഫോൺ വീഡിയോ. അതൊന്ന് ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയർ മനസ്സിലാവും. ഓക്കെ, അതാണ് ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നത്. മെഗാഫോൺ ഇത് 5th വേവിൽ യൂഷ്വലി ഉണ്ടാവാറുള്ളൂ. ദാറ്റ് മീൻസ് ബ്ലൈൻഡ്ലി പോയിക്കൊണ്ടിരിക്കും. ബ്ലൈൻഡ്ലി എത്ര വേണമെങ്കിൽ പോകും. അതിൻ്റെ കാൽക്കുലേഷൻ അല്ല. കാൽക്കുലേഷൻ മീൻസ് ഇപ്പോൾ ഞാൻ ഫിബനാച്ചി വെച്ച് കാണിച്ചു 127% മിനിമം ആണ്. ആ മിനിമം ടാർഗറ്റ് ഇന്ന് അടിച്ചു. അതാണ് ഞാൻ ഇന്നലെ കോഷൻസ് ആയി പറഞ്ഞ് 24,480 വന്ന നിങ്ങളിവിടെ നിന്ന് ട്രേഡ് ചെയ്ത് മാറണം. ഓക്കെ, സോ അതാണ് ഞാനിത് പറഞ്ഞു. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു മെഗാഫോണിൻ്റെ ഈ ഒരു ലെവൽ ഞാനിത് തന്നുള്ളൂ. ഈ ഒരു മെഗാഫോണിൻ്റെ ഒരു ട്രാങ്കിൾ പോലത്തെ ചാനൽ ഇത് നിങ്ങളിങ്ങനെ വരച്ച് വെക്കണം. ഇത് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാലാണ് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, സോ ഇതിൻ്റെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ആവണം. ഓർ ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ എത്ര വേണമെങ്കിൽ പോട്ടെ. ഓക്കെ, ഇതിന് ബ്രേക്ക് ഔട്ട് ആയാലും വേണമെങ്കിൽ പോട്ടെ. നിങ്ങൾ കോഷൻ സോണിലേക്ക് പോയാൽ മതി. മുകളിലേക്ക് എടുക്കുവാണെങ്കിൽ എടുത്തോളൂ ട്രേഡ്. ഞാൻ ഇല്ല എന്ന് പറയണില്ല, എനിക്കത് പറയാൻ പറ്റത്തില്ല. ബട്ട് സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. എപ്പോൾ വേണമെങ്കിലും 15 മിനിറ്റ്സ് ചാർട്ടിലായിരിക്കും റിവേഴ്സൽ കാണിക്കുന്നത്. മനസ്സിലായോ? 15 മിനിറ്റ്സ് ചാർട്ടിലായിരിക്കും 5 മിനിറ്റ്സിൽ കാണിക്കുന്നത്. 5 മിനിറ്റ്സിലൊക്കെ ജസ്റ്റ് ഒരു ട്രാപ്പിയാണ്. ആ ഒരു ഫോളിൻ്റെ മറ്റേ ഇത് വരുമ്പോഴത്തേക്ക് മീൻസ് റിവേഴ്സൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫോളിൻ്റെ അത് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ന്യൂസ് ബേസ്ഡ് ആണ് ആ റിവേഴ്സൽ വരാനുള്ളൂ. അതൊക്കെ മൊത്തം ലോജിക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലായിരിക്കും റിവേഴ്സൽ കാണിക്കുന്നത്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നല്ലൊരു ഹെൽത്തി റെഡ് ക്യാൻഡിൽ ലോവർ ലോ അടിക്കാൻ തുടങ്ങും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാഡ് ന്യൂസസ് വരാൻ തുടങ്ങും. ഇത് 5 മൂവ്സ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് യൂഷ്വലി. അത് നിങ്ങൾക്ക് ഞാൻ പിന്നെ ക്ലിയർ ചെയ്ത് തരാം. ആ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സാർ ലോജിക് ശരിയാണ്, വന്നു ഇതുപോലെ പ്രൈസ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് തീർച്ചയായിട്ടും കവർ ചെയ്യും. അത് എപ്പോഴും വരുമെന്ന് എനിക്ക് പറഞ്ഞില്ല. നാളെ ആയാലും മറ്റന്നാളായാലും ഇപ്പോൾ വേണമെങ്കിൽ അതും വരാം. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഈ മെഗാഫോണിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വീക്ക്നെസ് തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? വീക്ക്നെസ് തുടങ്ങുന്നത് ഈ ഒരു ലെവലിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും. ഓക്കെ, 24,380 ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴേക്കും മാത്രമേ ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ഫർദർ വീക്ക്നെസ് നമുക്ക് കിട്ടുന്നത് പിന്നെ സപ്പോർട്ട് വരുന്നത് ഈ ഏരിയയിലേക്കും. പിന്നെ നമ്മുടെ ഇതെല്ലാം ഗ്രീനാക്കി മാർക്ക് ചെയ്ത് വെച്ചിങ്ങനെ ഇപ്പോൾ സപ്പോർട്ട്സ് ഞാൻ തരുന്നത്. ഓക്കെ, ഈ സപ്പോർട്ട്സ് ഇതൊക്കെ എല്ലാം ഗ്രീനാക്കി മാർക്ക് ചെയ്യണം. പിന്നെ താഴെ നിന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇത് വരുന്നുണ്ട് ഇവിടുന്ന്, അതുകൂടി ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടുന്ന് വരുന്നുണ്ട് ആ ട്രെൻഡ് ലൈൻ. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അതിൻ്റെ സപ്പോർട്ട് കൂടി എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ സാർ, നാളത്തെ ഓപ്പണിംഗ് നമുക്ക് നോക്കണം. ഗ്യാപ്പ് ഡൗൺ ആണോ, ഗ്യാപ്പ് അപ്പ് ആണോ, ഫ്ലാറ്റ് ആണോ? അത് ഫ്ലാറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ എത്രയോളം ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറുകയാണെങ്കിൽ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓരോ റെസിസ്റ്റൻസ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് സൂക്ഷിക്കണം. ഇവിടുന്ന് എല്ലാവരും ബുള്ളിഷാണ്. ഞാൻ ഇവിടുന്ന് ബുള്ളിഷ് അല്ല, കോഷനാണ്. ഞാൻ ബിയറിഷും അല്ല, കോഷനാണ്. കാരണം റിവേഴ്സൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബിയറിഷ് ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചാർട്ടിൽ റിവേഴ്സൽ കാണുന്നില്ല എന്ന് വെച്ചാൽ ഇവിടെ റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. റെഡ് ക്യാൻഡിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ലോവർ ലോ അടിക്കാൻ തുടങ്ങും. ഓക്കെ, 15 മിനിറ്റ്സ് ലോവർ ലോ അടിക്കാൻ തുടങ്ങണം. ആൻഡ് എന്തായിരിക്കും നമ്മുടെ ഈ മെഗാഫോൺ ഈ ഒരു ചാലഞ്ച് എടുത്തുണ്ട്. മെഗാഫോണിൻ്റെ ബ്രേക്ക് ഡൗൺ ആവണം. എന്നിട്ടാണ് നമുക്ക് അതൊരു ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ആവുകയുള്ളൂ. പിന്നെ ലോവർ ലോ തുടങ്ങും. ഓക്കെ, പിന്നെ ഈ ഒരു പ്രൈസ് 34,380 തുടങ്ങും. ദാറ്റ് മീൻസ് അപ്പോഴാണ് നമുക്ക് കോഷൻ സൈൻ വരുള്ളൂ. ഓക്കെ, സോ ഇത്ര ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. നിഫ്റ്റിയിൽ ബാക്കി റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്സുകൾ അതുപോലെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് നോക്കിക്കോ. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ, നമുക്ക് മേജർ മൂവ് കിട്ടുന്നത് ഈ ലെവലിൻ്റെ അബവ് ആണ്. കണ്ടോ, സോ പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആയി താഴെ വന്നു, സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് കയറിയത്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ വന്നിട്ട് നേരെ കയറി ആൻഡ് ദെൻ നിന്നത് പോയി നമ്മുടെ റെസിസ്റ്റൻസ് സോണിലാണ്. കണ്ടോ, ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അബവ് ഞാൻ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഐ തിങ്ക് കുറച്ചുകൂടി കിടപ്പുണ്ട്. നമ്മുടെ ഫിബനാച്ചിയുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് നോക്കുകയാണെങ്കിൽ സോ ഹൈ എന്തല്ലോ ഇതാണ്
127 ബാങ്ക് നിഫ്റ്റിയുടെ തീരുന്നത് ഇവിടെയാണ്. ഓക്കെ, 53,850 60 or 50. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ലെവൽസ് ഉണ്ട് 52,300. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഗ്യാപ്പ് കിടപ്പുണ്ട്, ബട്ട് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അധികം ഇല്ല. ഓക്കെ, നിഫ്റ്റിയിൽ ഗ്യാപ്പ് ഇല്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുക. എന്താ നമുക്ക് നാളെ അപ്കമിങ് ഡേയ്സിൽ എന്താ നമുക്ക് കിട്ടുന്നത് നമുക്കത് പറയാൻ പറ്റുന്നില്ല. ഗ്യാപ്പ് മറ്റേ ഗ്യാപ്പ് ഡൗൺ ആണോ ഓർ ഗ്യാപ്പ് അപ്പ് ആണോ, എങ്ങനെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ കൊണ്ടുപോകും ഓർ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ കൊണ്ടുപോകും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, റെസിസ്റ്റൻസ് ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് ഡൈവർജൻസ് ആണ്. ഓക്കെ, ഡൈവർജൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ RSI ഡൈവർജൻസ് നോക്കുവാണെങ്കിൽ RSIയിൽ വീക്ക്നെസ് ഒന്നുമില്ല 1 hour ചാർട്ടിൽ. ബട്ട് യെസ്, RSI നമ്മൾ നോക്കുവാണെങ്കിൽ RSI കറക്റ്റ് റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. കണ്ടോ, RSI റെസിസ്റ്റൻസ് ആണ് നിൽക്കുന്നത്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ, ഇതിൻ്റെ അബവ് RSI സസ്റ്റെയിൻ ആയാൽ ദറ്റ് മീൻസ് കുറച്ചുകൂടി അപ്പ് മൂവ്. മീൻസ് ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ 1 hour എന്നിട്ട് ബാക്കി ഫർദർ അപ്സൈഡും വരുള്ളൂ. ഓക്കെ, സോ ഇനി RSI അതാണ് പറയുന്നത്. RSIയിൽ ഇത്രയുള്ളൂ എന്ന് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി വീക്ക്നെസ് ആൻഡ് മീൻസ് സ്ട്രക്ചർ വേറെ ഒന്നുമില്ല. സ്ട്രക്ചർ 5 minutes നമ്മൾ നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ ഒന്നുമില്ല. 5 minutes സ്ട്രക്ചർ ഒന്നും വേറെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇനി ഈ റെസിസ്റ്റൻസിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല. മുകളിലെ റെസിസ്റ്റൻസ് 52,835, അത് സ്റ്റിൽ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസിന് ചേഞ്ചസ് ആയിട്ടുണ്ട്. സപ്പോർട്ട് വരുന്നത് ഇന്നത്തെ ഇല്ലോ. ഓക്കെ, മറ്റ് ഇതിൻ്റെ ആവശ്യമില്ല. ഈ സപ്പോർട്ടാണ് ഇന്നത്തെ ഈ ഇല്ലോ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 333 കറക്ഷൻ. നിഫ്റ്റിയിൽ അന്നുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെയാണ് ഫോം ആയത് എന്നത് നോക്കിക്കും. 333 കറക്ഷൻ ഇൻ 4th വേവ് കിട്ടിയാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ബാക്ക് ടെസ്റ്റ് ഇപ്പോൾ 2 ഇൻഡെക്സിൽ ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ 2 ബാക്ക് ടെസ്റ്റ് ലൈവ് മാർക്കറ്റിലായിട്ടുണ്ട്. നിഫ്റ്റി ഇൻഡെക്സിൽ 333 കറക്ഷൻ്റെ ഈ ഒരു ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയും ഓക്കെ 333 കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കറക്ഷൻ വരാൻ പാടില്ല. ഓക്കെ, 90% നമ്മൾ അങ്ങനെയാണ് കണ്ടിങ്ങനെ, അതാണ് ഒരു ശരിക്കും റൂൾ. ബാക്കി ഇനി മേ ബി മാർക്കറ്റാണ് എന്ത് വേണമെങ്കിൽ നടക്കും. ബട്ട് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടാൻ തുടങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രാക്ക് ചെയ്യണം. 1, 2, 10 പ്രാവശ്യം നിങ്ങൾ ട്രാക്ക് ചെയ്ത് ബിലീവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എൻട്രി എടുക്കാം. ബട്ട് അത് ബിലീവ് ചെയ്യണം. ഇതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. 4th വേവിലാവുള്ളൂ. ഓക്കെ, വേറെ രണ്ടാമത്തെ ഫസ്റ്റ് വേവ് എവിടെയെങ്കിലും ആവില്ല. 4th 1, 2, 3, 4 ആ വേവൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫ്യൂച്ചർ പഠിപ്പിച്ചു തരാം. ബട്ട് ആ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്യും പ്ലീസ്. എന്നിട്ട് എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ വേവ് കാര്യങ്ങളൊക്കെ എല്ലാം. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, തലയിൽ ഒന്നും കയറത്തില്ല, ഒന്നും വിചാരിക്കേണ്ട. ബട്ട് യെസ്, അതാണ് ജെന്വൻ. അതാണ് നിങ്ങളുടെ കൂടെ ഞാൻ ആ ഒരു ഇഷ്ടംപോലെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തോരം വീഡിയോസ് ഉണ്ട്, അതെല്ലാം ബൈ ഹാർട്ട് ഒന്ന് ചെയ്തോളൂ. എന്നിട്ട് ബാക്കി എനിക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാവരും കൂടി ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ സാർ നമുക്ക് കോൺഫിഡൻസ് നമ്മൾ മറ്റു കാര്യത്തിൽ ഭയങ്കര ബൈ ഹാർട്ട് ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അത് മുമ്പിലോട്ട് കൊണ്ടുപോയിക്കോ. ഇനി നമുക്ക് വേവ് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ വേവ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുപോകും. മേ ബി ഞാൻ ഒരു വേവിൻ്റെ വീഡിയോ അപ്കമിങ് ഡേയ്സിൽ ഇടാൻ പോവാം. ഓർ 1000 സബ്സ്ക്രൈബേഴ്സ്, യെസ് 1000 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇട്ടേക്കാം. ബട്ട് അതിൻ്റെ ഒരു ബേസിക് വീഡിയോ ഇടാം. ഓക്കെ, കാരണം ബേസിക് വീഡിയോ ഇട്ടാലേ ശരിയാവുള്ളൂ. അത് ഒത്തിരി ലോങ് വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഒത്തിരി ലോങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ബട്ട് ഫുള്ള് കണ്ടേ പറ്റും. നിങ്ങൾ അത് ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ഒരു പ്യൂർ ലോജിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എനിക്ക് എൻ്റെ ആഗ്രഹം ഇതേ ഉള്ളൂ. എൻ്റെ ചാനലിൽ നിങ്ങൾ ആരും ഇതൊന്നും എടുക്കണ്ട. എന്ന് വെച്ചാൽ കോൾ ടിപ്സ് തരാനുള്ള താല്പര്യമൊന്നുമില്ല. എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര നോളജ് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് തരാൻ റെഡിയാണ്. നോളജ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അത്രയും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ചില്ല. ബട്ട് ബാങ്ക് നിഫ്റ്റിയിലായാലും നിഫ്റ്റി ആയാലും കോഷൻ സോൺ നിങ്ങൾ വെക്കണം. കോഷൻ സോൺ മസ്റ്റാണ്. ഓക്കെ, ഇനി ഈ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഫോൾ, ഓക്കെ, ഇവിടുന്ന് ഇൻ കേസ് ഫോൾ വരുവാണെങ്കിൽ ഓർ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ആ ഹൈ പിടിക്കുക. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഹൈ ഇതാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ലോ, ലേറ്റസ്റ്റ് ഹൈ, ഈ ഒരു സ്ക്രീനിങ് ഈ സമയത്ത് ഇതാണ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആയിട്ട് താഴേക്ക് പ്രൈസ് വരാൻ തുടങ്ങിയാൽ സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ ഒരു ഫിബൊനാച്ചി വെക്കണം. ഓക്കെ, ഇങ്ങനെ ഫിബൊനാച്ചി വെക്കണം. ആ ഫോൾ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് മിനിമം ആ ഒരു ഫോൾ യൂഷ്വലി 38% വരാറുണ്ട്. ഓക്കെ, എത്ര 38% മിനിമം വരാറുണ്ട്. മാക്സ് 81% വരാറുണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിലവിൽ ലേറ്റസ്റ്റ് ഹൈ ആണ് ഇത്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ദെൻ പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രൈസ് എന്ത് ചെയ്യുക, നിങ്ങൾ
എന്താ ചെയ്യേണ്ടത്, ഈ ഫിബൊനാച്ചി മുകളിലേക്ക് കൊണ്ടുപോകും. സപ്പോസ് മുകളിലാണ് ഹൈ, ഓക്കെ 53,050 ആണ് ഹൈ. സോ ഇത് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുക ഫിബൊനാച്ചി. ഓക്കെ, ദെൻ അവിടെ നിന്ന് നോക്കണം പ്രൈസ് താഴേക്ക് വരാൻ ലോ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, പ്രൈസ് വീക്ക് ആയി കഴിഞ്ഞാൽ ദെൻ ആ പ്രൈസ് മിനിമം 38% മിനിമം വരാറുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി 50%, 61.80% ആൻഡ് 81% വരും കറക്റ്റായിട്ട്. ഓക്കെ, അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ എനിക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ലൈവ് മാർക്കറ്റിൽ ഈ ലെവൽസ് ഫിബൊനാച്ചി ഇതൊക്കെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ റെസിസ്റ്റൻസ് ആദ്യം തോന്നുന്നു ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എല്ലാവരും കൂടി. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഐ തിങ്ക് ഇത് ഇവിടുന്ന് ഈ വേവ് സെങ്ക് ഇൻ ടു യെസ് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ യെസ് വരുന്നുണ്ട്. 2 to 4 ആണ് ഇത്. അതുണ്ട് 2 to 4 ആണത് കറക്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കാണ് ശരിക്കും ഒരു വീക്ക്നെസ് തുടങ്ങും. ഈ ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കാണ് ശരിക്കും വീക്ക്നെസ് വരാൻ തുടങ്ങും. സോ അത് വെയിറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും കൂടി. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മറ്റേ ഇത് കിട്ടാനോട് തുടങ്ങും, ഡൗൺ സൈഡ് കിട്ടാൻ തുടങ്ങും. പിന്നെ വേറൊരു കാര്യം, 2 ഇൻഡെക്സിന് ഞാൻ മറന്നുപോയി പറയാനുള്ളത്. ഈ ഒരു വോല്യൂം 2 ഇൻഡെക്സ് ഉണ്ട്, നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റി. ഇത് കണ്ടോ നല്ലൊരു വോല്യൂമാണ്. ഓക്കെ, നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും. നിഫ്റ്റിയിൽ ഞാനൊന്ന് കാണിച്ചിരുന്നു. ഇത് 2 ഇൻഡെക്സിൽ ഈ വോല്യൂം ഉണ്ട്. ഇതിൻ്റെ മൂവ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഇവിടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ മൂവ് നമുക്ക് കാണാൻ കിടക്കുന്നുള്ളൂ. ഒരാൾ ഇവിടെ എൻട്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ ആരാണ് എനിക്കറിയില്ല. ഇത് കണ്ടോ. സോ ആ ലെവൽ ഏതാണ്, ഓൾമോസ്റ്റ് ഇതൊക്കെ ക്രോസിക്കണം. ഇതൊക്കെ എല്ലാം ആളുകൾ പറഞ്ഞു തരത്തില്ല, നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് കണ്ട് ഈ വോല്യൂം ഓൾമോസ്റ്റ് ഈ ഏരിയയിലാണ്. ഓക്കെ, ഈ ഒരു വോല്യൂം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തോരം ഹ്യൂജ് വോല്യൂമാണ്. ഓക്കെ, നല്ലൊരു ഹ്യൂജ് വോല്യൂം. ഇത് കണ്ടോ, ഈ ലെവലിൽ എവിടെയെങ്കിലും ഈ ഹൈറ്റുള്ള വോല്യൂം വന്നിട്ടില്ല. റൈറ്റ്, നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ നോക്കണം. ഇത് കണ്ടോ, ഈ അടുത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇതിൽ? അതിൻ്റെ മൂവ് സപ്പോസ് ഞാൻ ഒരു കാര്യം വെച്ചിട്ട് പറയാനുള്ളതാണ്, എനിക്ക് ഈ ഒരു വോല്യൂം ഇതിൻ്റെ ഈ അടുത്ത ഏരിയയിൽ ഇത്ര വന്നിട്ടില്ല. ബട്ട് ഇതിൻ്റെ ആ ഒരു മൂവ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു വോല്യൂം ഹ്യൂജ് വോല്യൂമാണ്. അത് 2 ക്യാൻഡിൽസാണ്, 15 മിനിറ്റ്സിൻ്റെ 2 ക്യാൻഡിൽസാണ്. അതൊരു തകർക്കുന്ന വോല്യൂമാണ്. ദാറ്റ് മീൻസ് നല്ലൊരു മൂവ് തരുന്ന വോല്യൂമാണ്. ഓക്കെ, ആ വോല്യൂമിൻ്റെ ഈ ഒരു വോല്യൂമിൻ്റെ മൂവ് ഇതുവരെ വന്നിട്ടില്ല. അത് മുകളിലേക്കാണോ താഴേക്കാണോ അത് നമുക്ക് അപ്കമിങ് ഡേയ്സിൽ അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സീ യു നെക്സ്റ്റ് വീഡിയോ.